നമസ്കാരം, നിതയാണ്. എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൽക്കൽസ് ആണ്. ഇതൊരു ഇന്ത്യൻ സ്വീറ്റ് ആണ്. ക്രിസ്മസ് കാലങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. 3/4 കപ്പ് മൈദ വേണം, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് റവ, വറുത്ത റവയായിരിക്കണം, 2 ടേബിൾ സ്പൂൺ ബട്ടർ, നല്ല മെൽറ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കണം. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാം. നന്നായിട്ട് ഉരുകിയ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്താൽ മതി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, 1/4 ടീസ്പൂൺ ഉപ്പ് വേണം, അതുപോലെ 1/4 കപ്പ് തേങ്ങാപ്പാൽ. ചിലർ ഇതിലേക്ക് മുട്ട ചേർക്കാറുണ്ട്. ഞാനിവിടെ എഗ്ലെസ് ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു വലിയ പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നത്. പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ച് തന്നെ എടുക്കണം, എന്നാലേ ഈ മാവുമായിട്ട് നല്ലതുപോലെ യോജിച്ച് വരുള്ളൂ. അതുപോലെ ബട്ടർ നല്ല സോഫ്റ്റ് ആയതായിരിക്കണം, ഇല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബട്ടർ എല്ലായിടത്തും ആവുന്നത് പോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കണത് പോലെ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ച് ഒരു ബോള് പോലെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഞാനിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അധികം ഇല്ല, ഒരു 10 മിനിറ്റ്. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മാവ് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റണം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുക്കാം. അതിന്റെ മുകളിലേക്ക് അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഈ മാവ് ഇതിന്റെ മുകളിൽ പറ്റി പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ബട്ടർ തടവുന്നത്. അതിനുശേഷം ഈ മാവിന്റെ ഉരുള എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇതുപോലെ അമർത്തുക. ഒത്തിരി ബലം കൊടുത്ത് അമർത്തരുത്, ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇത് ഫോർക്കിന്റെ മുകളിൽ വെച്ച് തന്നെ ഷേപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനൊരു ഐഡിയ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കൽക്കൽസ് അതിലേക്ക് ഇടുക. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പൊ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു കളർ ആവുമ്പോൾ നമുക്കിത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള കൽക്കൽസ് റെഡി ആയിട്ടുണ്ട്. അരിപ്പയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ പഞ്ചസാര വിതറിയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള കൽക്കൽസ് ആണ് ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സ് ആണിത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കൂടുതൽ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.